അടുത്തത് വന്നിട്ട് ഡയമെൻഷൻ ടൂൾസ് ആണ്. ഓക്കെ, ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന്റെ ഡയമെൻഷൻ എന്താണ്, മെഷർമെന്റ് എന്നൊക്കെ പറയാനൊരു ബോക്സ് വരച്ചു. നിങ്ങൾ എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്തു, എന്തെങ്കിലും ഈ കോറൽ ഡ്രോയില് സാധാരണ നമ്മൾ ഗ്രാഫിക് ഡിസൈനിങ് അല്ലാതെ എന്തെങ്കിലും ഒരു എന്താ പറയുക ഡയഗ്രാം ഒക്കെ ഡിസൈൻ ചെയ്യേണ്ടി വരും. എക്സാമ്പിൾ ഇപ്പോൾ ഡിസൈനിങ്ങിൽ തന്നെ ഒരു സൈൻ ബോർഡ്, ഒരു വലിയൊരു സൈൻ ബോർഡ് ഷോപ്പിന് മുന്നിൽ ഒരു ഇപ്പോൾ നിങ്ങൾ ചില സ്ഥാപനങ്ങളിലൊക്കെ മുന്നിലൊക്കെ ഹോർഡിങ് പോലെ വെച്ചിട്ടുണ്ടാവും ഒരു ഡിസ്പ്ലേ ബോർഡ്. ഇപ്പോൾ ഡിസ്പ്ലേ ബോർഡിൻ്റെ ഹൈറ്റ്, വിഡ്ത്ത്, ബോർഡിൻ്റെ സൈസ് എത്ര എന്നൊക്കെ നമുക്കിതിൽ മെൻഷൻ ചെയ്യേണ്ടി വരും. കോറൽ ഡ്രോയിൽ നമുക്ക് സോഫ്റ്റ്വെയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ അളവ് കാണാൻ പറ്റും. പക്ഷേ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുക്കുകയാണ് കസ്റ്റമർക്ക്, ഇത്ര ഡിസൈനിൽ ഇത്ര അളവ്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ വീടിൻ്റെ പ്ലാനൊക്കെ വരച്ച് തരില്ല എഞ്ചിനീയർമാർ, അപ്പോൾ ഒരു വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് എത്രയാണ്, എത്ര റൂം എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടാവില്ലേ. ആ എഴുത്ത്, അതായത് ഡോറിൻ്റെ വീതി എന്താണ്, അതൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള മെഷർമെൻറ്റ് കൊടുക്കാനുള്ള ടൂൾസാണ് ഈ പറഞ്ഞ ഡയമെൻഷൻ ടൂൾ. അതിൽ ഫസ്റ്റ് പാരലൽ ടൂള്, അങ്ങനെ കുറേ ടൂൾസ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ ഞാനൊരു ബോക്സ് വരച്ചു. ആ ബോക്സിൻ്റെ അളവ് ഞാൻ ഇതിൻ്റെ യൂണിറ്റ്സ് മാറ്റണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം പുറത്ത് ക്ലിക്ക് ചെയ്താലേ നമുക്ക് മില്ലിമീറ്റർ, ഇഞ്ചസ് ഒക്കെ മാറ്റാൻ പറ്റുള്ളൂ. ഈ ഒബ്ജക്റ്റിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂണിറ്റ് മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവില്ല. പുറത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ അതിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റി. ഇനി ബോക്സിൽ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ സെൻറ്റിമീറ്ററിലാണ് കാണിക്കുന്നത്. കണ്ടോ, 14, 11 കറക്റ്റ് സൈസിലേക്ക് ആക്കണം. 14 വിട്ടും 11 ഹൈറ്റും എൻ്റർ അടിച്ചു. കേട്ടാ, ഇവിടെ ലോക്ക് എടുത്തു വിട്ടത് കൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ട് 14, 11 അടിച്ചു വിട്ടു. ലോക്ക് എടുത്ത് വിട്ടില്ലെങ്കിൽ കറക്റ്റായിട്ട് കിട്ടില്ല. ലോക്ക് ചെയ്ത ശേഷം 14 എന്നുള്ളത് 18 ആക്കി കഴിഞ്ഞാൽ എന്താവും, ഇവിടെ 11 മാറി. അപ്പം മാറാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ലോക്ക് എടുത്ത് വിട്ടിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ഇപ്പം ഞാൻ ഇതിന് സെലക്ട് ചെയ്തു. ഇപ്പം നമുക്കിതിൽ സെലക്ട് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും 14, 11 എന്നാണ്. ഇതൊരു A4 പ്രിന്റ് ഔട്ട് എടുത്തിട്ട് കസ്റ്റമർക്ക് ഇത് അങ്ങനെ ഒരു ബോക്സ് വരച്ചിട്ട് ഇത് 14, 11 പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്കെയിൽ എടുത്ത് നോക്കും, ഇതെന്താ 14, 11 അല്ലാലോ പറയും. അപ്പോൾ നമുക്കത് മെൻഷൻ ചെയ്യണം, ഇതാണ് അതിൻ്റെ വിത്ത്, പ്രൊപ്പോർഷനലി 14, 11 എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ ഇനി എന്ത്, ഇപ്പോൾ ഈ പാരലൽ ടൂൾ എടുത്തു. ഈ ടൂൾ എടുത്തിട്ട് ഞാനിവിടെ ഫസ്റ്റ് ഏതെങ്കിലും ഒരു എഡ്ജിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ നേരെ ഡ്രാഗ് ചെയ്യണം. ഡ്രാഗ് ചെയ്യുമ്പോൾ തന്നെ ഒരു ചെറിയ മെഷർമെൻറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട് ചെറുതായിട്ട്. എന്നിട്ട് ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് റിലീസ് ചെയ്യണം. എന്നിട്ട് അങ്ങനെ പതുക്കെ താഴോട്ടോ മുകളിലോട്ടോ വലിച്ചു കഴിഞ്ഞാൽ ഒരു ലൈന് വരും. എന്നിട്ട് ഒരു ക്ലിക്കും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മെഷർമെൻറ്റ് ഇവിടെ എഴുതി കാണിക്കും. കേട്ടോ, 14 സെൻറ്റിമീറ്റർ. അപ്പോൾ 14.00 സെൻറ്റിമീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റണമെങ്കിൽ നമ്മുടെ കാണിക്കുന്നുണ്ട് ഡെസിമലിൽ. അതിന് ആ 0.00 എന്നതിൽ കാണിക്കണം. അതിൽ ക്ലിക്ക് ചെയ്തു, ഞാൻ 0 ആക്കി കഴിഞ്ഞാൽ കണ്ട 14 സെൻറ്റിമീറ്റർ എന്ന് കാണിക്കുന്നു. ചിലപ്പോൾ 14.5 എന്നൊക്കെ കാണിക്കണമെങ്കിൽ നമുക്ക് ഡെസിമലിൽ കൊടുക്കേണ്ടി വരും. ഓക്കെ, അത് സെൻറ്റിമീറ്ററിലേക്ക് ആക്കണോ മില്ലിമീറ്ററിലേക്ക് ആക്കണോ അത് നമുക്ക് മാറ്റാം. അതുകൊണ്ട് അപ്പോൾ CM എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ മില്ലിമീറ്ററിലേക്ക് മാറ്റി കഴിഞ്ഞാൽ 14 സെൻറ്റിമീറ്റർ എന്നുള്ളത് 140 മില്ലിമീറ്റർ ആയിട്ട് അത് തന്നെ ഡൈവേർട്ട് ചെയ്യും. നമുക്ക് കാൽക്കുലേറ്റർ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് തന്നെ കൺവേർട്ട് ചെയ്ത് തരും. പിന്നെ നമുക്ക് സൈസോ കളറൊക്കെ മാറ്റാം. ഈ ലെറ്ററിൻ്റെ അളവൊക്കെ വന്ന ശേഷം പുറത്ത് ക്ലിക്ക് ചെയ്തിട്ട് ആ ലെറ്ററിലേക്ക് മാത്രം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫോണ്ടും കാര്യങ്ങളൊക്കെ മുകളിൽ കാണിക്കും. നമുക്ക് ഏരിയയിൽ നിന്നുള്ളത് വേറെ മാറ്റാം, പാൻറ്റോണിലേക്ക് മാറ്റാം. കണ്ട, അതിൻ്റെ ഫോണ്ട് സൈസ് നമുക്ക് കൂട്ടാം, ബോൾഡാക്കുക, ബാക്കിയൊക്കെ ടെക്സ്റ്റ് ഫോർമാറ്റിലേക്ക് വരും. ഇത് മാത്രം സെലക്ട് ചെയ്യണം. നമുക്ക് ഈ ലൈനിൻ്റെ കളർ മാറ്റണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈനിലേക്ക് ക്ലിക്ക് ചെയ്യണം. ഇവിടെ വേണ്ട, ലൈനിൻ്റെ ക്ലിക്ക് ചെയ്തതിൽ ചെറുതായിട്ട് ഹെയർ ലൈൻ എന്ന് പറഞ്ഞാൽ ചെറിയ തിൻ ലൈനാണ്, നമുക്ക് കൂട്ടാം. 1 പോയിന്റ് കൊടുത്തതിന് കുറച്ചും കൂടി തിക്കായി. എന്നിട്ട് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത ലൈന് പറഞ്ഞാൽ ഔട്ട്ലൈൻ ആണ്. വേണ്ട, ഇതാണ് കളർ കാണിക്കുന്നത്. ഇതിനെ റെഡ് ആക്കണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോയി റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളർ റെഡ് ആവും. ടെക്സ്റ്റും അതുപോലെ റെഡ് ആക്കണം പറഞ്ഞാൽ ടെക്സ്റ്റിനെ സെലക്ട് ചെയ്യുക, ടെക്സ്റ്റിന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ടെക്സ്റ്റും കളർ മാറും. ഇപ്പോൾ വിഡ്ത്ത് മാത്രമാണ്. ഇതേപോലെ ഹൈറ്റും അതുപോലെ കൊടുക്കണം പറയുന്നത്. വീണ്ടും പാരലൽ ടൂൾ എടുത്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു, ഡ്രാഗ് ചെയ്തു, അങ്ങനെ പതുക്കെ പുറത്തോട്ട് എവിടെയാണ് വേണ്ടത് അവിടെ. ഇവിടെ ഉള്ളിലേക്കാണ് കാണിക്കണം പറഞ്ഞാൽ ഉള്ളിൽ, പുറത്താണെങ്കിൽ പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട അതിൻ്റെ മെഷർമെൻറ്റ് എന്താണെന്ന് അതിന് കാണിക്കുന്നുണ്ട്. ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ അതങ്ങനെ കറക്റ്റ് ഈ ലൈനൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും എത്രയാണ് ഇതിൻ്റെ ഔട്ട്ലൈൻ എന്നൊക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, ഇതിന് തന്നെ വേറെ കുറേ അഡീഷണൽ, ഇത് മെയിൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിന് വന്ന് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ രണ്ടിലും ഒരുമിച്ച് കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. സെയിം ഇതിൻ്റെ അതേ പർപ്പസ് തന്നെയാണ്. പിന്നെ ബാക്കി ബാലൻസ് ഉള്ളത് അത് ആംഗുലർ ഡയമെൻഷൻ, നമുക്ക് ആംഗിൾ എത്രയാണെന്ന് അറിയാൻ. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വലിക്കണു, പിന്നെ ഇങ്ങനെ നീട്ടിക്കഴിഞ്ഞാൽ എത്ര ആംഗിളായിരിക്കും ഇവിടെ വെച്ചാൽ കിട്ടുക. ഓക്കെ,
കണ്ടാ, മാത്തമാറ്റിക്സ് പഠിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും. ഇങ്ങനെ കറക്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ വന്നു കഴിഞ്ഞാൽ അതിന് മലയാളത്തിൽ നിന്ന് മട്ടത്രികോണം എന്ന് അങ്ങനത്തെ പറയും. ആ അപ്പോൾ 90 ഡിഗ്രി. ഓക്കെ, നമ്മൾ പ്രൊട്ടാക്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആംഗിൾ എത്രയാണ്? പ്രൊട്ടാക്ടർ ഇങ്ങനെ ഒരു റൗണ്ടായിട്ട് പകുതി സർക്കിൾ കാണില്ലേ? ആ അപ്പോൾ 180 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ വരച്ച് നോക്കിയാൽ മതി, അറിയാൻ പറ്റും. ഇവിടെ നിന്ന് വരച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലൈൻ ഇല്ല പിടിക്കാൻ, അത് കാരണം കറക്റ്റായി കിട്ടുന്നില്ല. ഇങ്ങനെ കൊണ്ടുവന്ന് കണ്ടോ 180 ആയിരിക്കും അതിൽ കാണാം. ഓക്കെ, കറക്റ്റ് കിട്ടാത്ത കാരണം 0.26 ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചില വർക്കിൽ എത്ര ആംഗിളിലാണ് നിൽക്കുന്നത് ഇതൊക്കെ വന്ന് കാണിക്കുക. അത് ഇതിനെ ഡിലീറ്റ് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റിലല്ല, ആ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അതിൽ തന്നെ ലാസ്റ്റ് ഒരു സാധനം കൂടി ഉണ്ട്, സെഗ്മെന്റ് ഡയമെൻഷൻ. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെഗ്മെന്റ് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡ്രാഗ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് അടുത്ത സെഗ്മെന്റ് ഇവിടെയുള്ളത് അത് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്തോളൂ. നേരെ മറിച്ച് ഞാൻ ഇവിടെ ഒരു ഷേപ്പ് എടുത്തിട്ട് ഇവിടെ ഒരു പോയിന്റ് കൊടുത്തു, കൺട്രോൾ കീ അടിച്ചു, അവിടെ ഒരു പോയിന്റ് കൊടുത്തു. സെഗ്മെന്റ് പറഞ്ഞാൽ ഈ ഓരോ നോഡിനെ ആയിരിക്കും. ഞാൻ ഇനി വീണ്ടും അതേ ഡയമെൻഷൻ ടൂൾ എടുത്തിട്ട് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തു. ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ അത് ആ ഡയമെൻഷൻ എടുക്കണം. ഒരു മിനിറ്റ്, ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തു. ഇപ്പം എന്തായി? ഇവിടെ പോയിട്ടില്ല, കാരണം ഇവിടെ ഒരു ഡോട്ട് ഉള്ള കാരണം അവിടെ നിന്ന് എടുത്തത്. ഓക്കെ, അതിനനുസരിച്ചാണ് സെഗ്മെന്റ് എന്ന് പറയുന്നത്. അടുത്ത് വന്നിട്ട് കണക്ടർ. ഇത് വന്നിട്ട് എന്തിനാ വരുന്നത്? ഫ്ലോ ചാർട്ട് പോലെ ഡിസൈൻ ചെയ്യുന്ന ഫ്ലോ ചാർട്ട് കേട്ടിട്ടുണ്ട് നിങ്ങൾ? മാത്തമാറ്റിക്സിലൊക്കെ വരും ഫ്ലോ ചാർട്ട്.